ഇറാനും അമേരിക്കയും വൈകാതെ നേരിട്ടുള്ള ചർച്ചകളിലേക്ക് കടക്കുമെന്ന് ജർമ്മൻ വിദേശകാര്യമന്ത്രി യോഹാൻ വഡേഫുൾ. പാകിസ്ഥാനിലായിരിക്കും ചർച്ചകൾ നടക്കുകയെന്നും അദ്ദേഹം പറഞ്ഞു. അതിനിടെ US എയർഫോഴ്സ് കേന്ദ്രങ്ങൾക്ക് സമീപത്ത് നിന്ന് ഒഴിഞ്ഞുപോകാൻ ജനങ്ങൾക്ക് ഇറാൻ നിർദ്ദേശം നൽകി. ടെഹ്റാനിൽ ഇസ്രായേൽ അതിശക്തമായ ആക്രമണം തുടരുകയാണ്. വിവരങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ഐസൻ ജോസ് ചേരുകയാണ്. ഐസൻ, ഒടുവിൽ ചർച്ചകൾക്കുള്ള ഒരു വഴി തുറക്കുകയാണ്, അതും നേരിട്ടുള്ള ചർച്ചകൾക്ക്. എന്താണ് ലോകം പ്രതീക്ഷിക്കുന്നത്? ഇറാനും അമേരിക്കയും തമ്മിൽ വൈകാതെ ചർച്ചകളിലേക്ക് കടക്കും എന്നുള്ള വാർത്തയിൽ. നീലിമ, ഇറാനും അമേരിക്കയും തമ്മിൽ ചർച്ചകളിലേക്ക് കടക്കുമെന്ന സൂചന നേരത്തെ തന്നെ ട്രംപിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അത്തരത്തിലുള്ള വിഷയങ്ങൾ ഉടൻ തന്നെ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ യുഹാൻ വാഡ്പൂളിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്ന ഒരു പരാമർശവും. അതായത് ജർമ്മനിയിലെ വിദേശകാര്യ ചുമതലയുള്ള മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഇത്തരമൊരു നിലപാടുകൾ ഇപ്പോൾ വീണ്ടും പുറത്തു വന്നിരിക്കുന്നത്. നേരത്തെ ട്രംപ് പറഞ്ഞത് ജർമ്മനിയിലെ വിദേശകാര്യമന്ത്രി ആവർത്തിക്കുന്നു എന്നതാണ് വസ്തുത. എന്നാൽ ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ ചർച്ചകളോ വിശദാംശങ്ങളോ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ഇസ്ലാമാബാദിലായിരിക്കും ചർച്ചകൾ നടക്കുക എന്നാണ് പ്രാഥമികമായി നമുക്ക് ലഭ്യമാകുന്ന സൂചനകൾ. ഇസ്ലാമാബാദിൽ ചർച്ചകൾ നടക്കുമെന്ന് പറയുമ്പോൾ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ അമേരിക്കയും അതുപോലെ തന്നെ ഇറാനും നേരിട്ടായിരിക്കും ചർച്ചകൾ നടത്തുക എന്ന് വിശദീകരിക്കുന്നുണ്ട്. ചർച്ചകൾക്ക് തയ്യാറാണെന്നും അതിൻ്റെ ഭാഗമായി 10 ദിവസത്തേക്ക് ആക്രമണം നടത്തില്ല എന്ന നിലപാട് അറിയിക്കുകയും ഒക്കെ ചെയ്തിരുന്നു ഇന്ന് ട്രംപ്. ഇന്ന് പുലർച്ചെ അത്തരത്തിലുള്ള വാർത്തകളെല്ലാം തന്നെ പുറത്തു വരികയും ചെയ്തു. ഈ ഒരു പശ്ചാത്തലം കൂടി ചേർത്ത് വായിക്കുമ്പോൾ ഒരു ചർച്ചയിലേക്ക് നീങ്ങുന്നുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേസമയം IRGC ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളും അതുപോലെ തന്നെ ഇറാൻ്റെ മിലിറ്ററി സംവിധാനങ്ങളെല്ലാം തന്നെ തച്ച് തകർത്ത് ഇല്ലാതാക്കുമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുക കൂടിയാണ്. ഇതിൽ നിന്നെല്ലാം തന്നെ ചില സൂചനകൾ പുറത്തു വരുന്നുണ്ട്. IRGCയുടെ പിന്തുണയോടെ അധികാരത്തിലേറിയ മുസ്തഫ ഖമനേയി എന്ന് പറയുന്ന ആത്മീയ നേതാവിൻ്റെ നേതൃത്വത്തിലുള്ള അല്ലെങ്കിൽ ആ ഇസ്ലാമിക ഭരണകൂടത്തെ പൂർണ്ണമായും ഇല്ലാതാക്കുകയും ഒരു സമാന്തര സംവിധാനം സൃഷ്ടിക്കാനുള്ള നീക്കങ്ങൾ നടക്കുകയും ചെയ്യുന്നു എന്നാണ് പ്രാഥമികമായും ഈ സൂചനകളിൽ നിന്നെല്ലാം തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്ന് തന്നെയായാലും നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് അത്തരത്തിലുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നു എന്നാണ് അറിയുന്നത്. അതേസമയം ഇറാനിലും ടെഹ്റാനിലും അതുപോലെ തന്നെ പല മേഖലകളിലും ഇസ്ഫഹാൻ കേന്ദ്രങ്ങളിലും എല്ലാം തന്നെ ആ ഇസ്ഫഹാൻ എന്ന് പറയുന്ന ആണവ നിലയത്തിൻ്റെ നിലയിൽ സ്ഥിതി ചെയ്യുന്ന പ്രദേശങ്ങളിലെല്ലാം തന്നെ അതിശക്തമായ ആക്രമണം ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന് നടക്കുന്നുണ്ട്. ഇറാനിൽ അതിശക്തമായ ആക്രമണം ഇനിയും തുടരുമെന്നും പല സംവിധാനങ്ങൾക്ക് നേരെയും ആക്രമണം നീങ്ങുന്നുണ്ട് എന്നും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. നിലവിൽ വൈദ്യുതോൽപാദന കേന്ദ്രങ്ങളെ ആക്രമിക്കില്ല അല്ലെങ്കിൽ ഊർജ്ജോൽപാദന കേന്ദ്രങ്ങളെ ആക്രമിക്കില്ല എന്ന നിലപാടാണ് ട്രംപ് സ്വീകരിച്ചിരിക്കുന്നതെങ്കിലും അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നും ട്രംപിൻ്റെ ഭാഗത്തു നിന്നും അത്തരമൊരു നിലപാട് ഉണ്ടായിരിക്കുന്നതെങ്കിലും സൈന്യത്തിനെതിരെയും ഇറാൻ്റെ സൈനിക സംവിധാനങ്ങൾക്കെതിരെയും ആക്രമണങ്ങൾ തുടരുമെന്ന നിലപാട് തന്നെയാണ്. അതിൻ്റെ ഭാഗമായാണ് ശക്തമായ ആക്രമണം ഇറാനിൽ തുടരുകയും ചെയ്യുന്നത്.